ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി സർക്കാർ നിയോഗിച്ച സമിതിയുടെ പ്രാഥമിക കണ്ടെത്തൽ. സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഗോവിന്ദചാമി ഉപയോഗിച്ചത് പോലീസ് കണ്ടെടുത്ത ആയുധം തന്നെയാണോ എന്നതിൽ അവ്യക്തതയുണ്ടെന്ന് കമ്മീഷൻ. ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്താൻ സമിതി ജയിൽ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ യോഗം വിളിച്ചു. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷാ വീഴ്ച പരിശോധിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ രണ്ടംഗ സമിതിയെ നിയോഗിച്ചത്. റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് CN രാമചന്ദ്രൻ, മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് സമിതി അംഗങ്ങൾ. ഇന്നലെ കണ്ണൂർ ജയിലിലെത്തിയവർ ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദമായ മൊഴിയെടുത്തു. ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന സെല്ലിലടക്കം പരിശോധനയും നടത്തി. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നതാണ് അന്വേഷണ സംഘത്തിന്റെയും പ്രാഥമിക വിലയിരുത്തലുകൾ. ജയിൽ ചാട്ടത്തിനായി ഗോവിന്ദചാമി ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല. സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധത്തിലും അവ്യക്തതയുണ്ട്. പോലീസ് കണ്ടെടുത്ത ആയുധം ഉപയോഗിച്ച് കമ്പികൾ മുറിച്ചു മാറ്റുക എളുപ്പമല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. ഉദ്യോഗസ്ഥരുടെ അടുത്ത് പാളിച്ച പറ്റി അല്ലെങ്കിൽ അശ്രദ്ധ ആണ് ഇതിന് കാരണം. അല്ലെങ്കിൽ ഇത് നോട്ടീസ് ചെയ്യപ്പെടേണ്ടതാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ചെയ്യാവുന്നതല്ല ഇത്. ഇതുപോലെ ഒരു ബലമുള്ള കമ്പി എത്ര എഫർട്ട് നടത്തിയാണ് ഒരു ചെറിയ ടൂൾ കൊണ്ട്, ഒരു ചെറിയ ആക്സോ ബ്ലേഡ് കൊണ്ട് പോലും അത് മുറിച്ചു മാറ്റാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് പോലീസ് എന്തോ ഒരു ടൂൾ റിക്കവർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് സാധിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ട് ഞങ്ങൾക്ക് തന്നെ സംശയമുണ്ട്. കാലപ്പഴക്കം ചെന്ന സെല്ലുകളും തകർന്ന മതിലും സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുന്നതായും സമിതി വിലയിരുത്തി. രാവിലെ ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സമിതി വിലയിരുത്തി. ജയിൽ DIG, കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 6 മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനാകുമെന്നാണ് പ്രത്യേക സമിതിയുടെ പ്രതീക്ഷ. മീഡിയ 1 കണ്ണൂർ.